إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളും അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടുവാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പ്രതിഫലം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പടച്ച തമ്പുരാനാണെങ്കിൽ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ഞാനത് അവർക്ക് ഒന്നും കുറയ്ക്കാതെ തന്നെ അതിന്റെ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ ഒരാളും അനീതിക്ക് വശംവദരാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ എല്ലാവരുടെയും മരണം നമുക്കറിയാം, ഏറ്റവും അടുത്തിങ്ങനെ നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുവരെ എങ്ങനെ ജീവിച്ചുവോ ആ ജീവിച്ചത് ഏറ്റവും സൗഖ്യമായും അനുഗ്രഹമായും കാണുകയും ഇനി അങ്ങോട്ട് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആയുസ്സും സമയവും ഒക്കെ നിശ്ചയിക്കപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നിറഞ്ഞ ആളുകൾക്ക്, നന്മ ചെയ്ത ആളുകൾക്ക് അവന്റെ പ്രവിശാലമായ സ്വർഗ്ഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാശിയയിൽ അല്ലാഹു പറയുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വുജൂഹു യൗമഇദിൻ ഖാശിഅ, അന്നേ ദിവസം ചില മുഖങ്ങൾ പേടിച്ച് താഴ്മയോടെ ഭവ്യതയോടെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയായിരിക്കും അവർ. ആമിലത്തുൻ നാസിബ,
അവർ പണിപ്പെട്ട അധ്വാനിക്കപ്പെട്ടവരായിരിക്കും, ക്ഷീണിച്ചവരായിരിക്കും. തസ്ലാ നാറൻ ഹാമിയ, അവർ ചൂടേറിയ അഗ്നിയിൽ കടന്നെരിയുന്നതാണ്. തുസ്കാ മിൻ ഐനിൻ ആനിയ, അവർക്ക് തിളച്ചു വന്ന അത്യുഷ്ണമായ ഉറവുജലത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പറ്റി, പരാജയപ്പെടുന്ന ആളുകളെ പറ്റി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയ ആളുകൾക്ക് ഈ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അതിൽ വിജയികളായ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അവർ വിജയിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താണ്? മരണം സുനിശ്ചിതമാണ്. ഏതൊരു അവയവവും മരണം രുചിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ കർമ്മഫലങ്ങൾ ഖിയാമത്ത് നാളുകളിലെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. അന്നേക്കാണ് എല്ലാം ഉള്ളത്. എന്നിട്ട് പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആറുന്ന നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവനാണ് ഭാഗ്യം ലഭിച്ച ആളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അത് അഹ്ലുസുന്ന അത് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. സൃഷ്ടിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും മൗനികളായി മാറി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ. അവർക്ക് പറയാൻ എളുപ്പമാണ്. ആരാണ് സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നത്, ആരാണ് അത് കണ്ടത് എന്നതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വട്ടാണെന്ന്, ഭ്രാന്തനാണെന്ന് പരിഹസിക്കുന്ന ഒരു കാലം അല്ലാഹുവിനെ പറ്റി ജനങ്ങളോട് പറയുമ്പോൾ നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ എന്ന് അക്കാലം വരെ നിങ്ങൾ വിശ്വസ്തനാണെന്ന് വിളിച്ച, അൽ അമീൻ എന്ന് വിളിച്ച ആളുകൾ, അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കുന്ന ഒരു കാലഘട്ടം. പടച്ചോനെ, നിന്റെ ദീന് പറയാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെയും എനിക്കൊരുപാട് പ്രയാസങ്ങളാണല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചിന്തിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജ് യാത്ര വരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അത് തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഒരാൾക്ക് നടക്കാത്തതാണ് ആ കാലഘട്ടത്തിൽ. അവിടുന്ന് അതേ രാത്രിയിൽ തന്നെ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് യാത്ര പോകും. അത് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് മക്കയിലുള്ള ആളുകളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഞാനിങ്ങനെ അല്ലാഹുവിന്റെ ആ വിളി കേട്ട് അള്ളാഹുവിന്റെ ക്ഷണപ്രകാരം ഞാൻ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. കേട്ട ഉടനെ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ബഡായി കേട്ടിട്ട്, ഈ കളവ് കേട്ടിട്ട് ചിരിക്കുകയായിരുന്നു അവർ. അതായത് അവർ അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും ശുദ്ധമായ നുണ പറയില്ലേ എന്ന് ആലോചിച്ച് കളിയാക്കി. കാരണം ഒരിക്കലും നടക്കാത്ത ഒരു യാത്രയെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്നും പ്രവാചകനെ പരിഹസിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിൽ ആദ്യമായി വിശ്വസിച്ച മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നും അനുഭവിക്കാറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളൊക്കെ. ഈ ആളുകൾ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോവാണ്. അല്ല അബൂബക്കറെ, നിന്റെ ചങ്ങാതി മുഹമ്മദിന് എന്താ പറ്റിയത്? എന്തൊക്കെയാ പറഞ്ഞു പരത്തുന്നത്? ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് ഭ്രാന്താണ്, അവന് മാനസികമാണ്, പ്രശ്നമാണ്. ഇന്നിതാ പുതിയൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ആകാശാരോഹണം നടത്തി സ്വർഗവും നരകവും ഒക്കെ കണ്ടിട്ട് വന്നതാണ്. എന്ത് പണിയായി ഇവനെടുക്കുന്നത് എന്ന രൂപത്തിൽ വളരെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞറിയോ, നിങ്ങളോട് ഈ ഒരു യാത്രയിൽ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയെന്നും അന്ന് ആകാശാരോഹണം നടത്തി തിരിച്ചു വന്നെന്നും ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. നിന്റെ മുഹമ്മദ്, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് കൊടുത്ത മറുപടി അറിയോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഒരു സംശയവുമില്ല എന്ന് എന്താ പറയാ ഒറ്റ വാക്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അവർക്ക് അമ്പരം, നിനക്കും ഉണ്ടല്ലേ, നിനക്കും അയാളുടെ അതേ അസുഖാണില്ലേ എന്ന രൂപത്തിൽ പരിഹസിക്കുമ്പോൾ
അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി പറയുന്ന ഒരു വാക്കുണ്ട്, ആകാശവും ഭൂമിയും പടച്ച അള്ളാഹുവാണ് സത്യം, ഞാൻ കാണാത്ത സ്വർഗവും നരകവും ആ മരണാനന്തര ജീവിതവും മഹ്ശറും നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട ബർസഖിയായ ലോകവും ആ അദൃശ്യമായ എല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമാണ് എന്ന് ഒറ്റയടിക്ക് ഉറച്ചു പ്രഖ്യാപിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും അതിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫഇല്ലം തഫഅലു വലൻ തഫഅലു ഫത്തഖുൻ നാറല്ലതി വഖൂദുഹ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. എന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല തന്നെ. എന്നാൽ ഏതൊരുവൻ യാതൊരു നരകത്തെ സൂക്ഷിച്ചുകൊള്ളണം, അതിൽ കത്തിക്കപ്പെടുന്നത് അതിലെ ഇന്ധനമായി മനുഷ്യരും കല്ലുകളുമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നരകത്തെ പറ്റി കൃത്യമായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതി വൽ അർള് വഅയ്ദത്തിൽ മുത്തഖീൻ. കാഫിറുകൾക്ക് എന്താണ് ഒരുക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതേ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരുവിൻ. അതിന്റെ വിസ്താരം ആകാശങ്ങളും ഭൂമിയും അതൊക്കെയും കടന്നത്ര അതൊക്കെ കൂടിയുള്ള അത്രയാകുന്നു. അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അത് ഉഇദ്ദത്തിൽ മുത്തഖീൻ. നേരത്തെ പറഞ്ഞത് എന്താണ്? ഉഇദ്ദത്തിൽ കാഫിരീൻ. അത് കാഫിരീങ്ങൾക്കുള്ളതാകുന്നു. ആ മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന ഭീകരമായ നരകം അവർക്കുള്ളതാണെങ്കിൽ ഈ പ്രവിശാലമായ സ്വർഗ്ഗം അത് മുത്തഖീങ്ങൾക്കുള്ളതാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിരിക്കില്ലായിരുന്നു, നിങ്ങൾ ഒരുപാട് കരയുകയും ഒരൽപ്പം ചിരിക്കുകയുമായിരുന്നു ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വർഗ്ഗത്തിൽ ഒരു വടിവെക്കുന്ന സ്ഥലത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് സഹൽ ഇബ്നു സഅദ് സാഇദി അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗദു സഅത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സഹൽ ഇബ്നു സഅദ് സാഇദി അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗ്ഗത്തിൽ ഒരു ചാട്ട വെക്കുവാനുള്ള സ്ഥലം അത് ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാകുന്നു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് വല്ലവനും അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൽ അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഹദീസ് പറയുന്നത്. അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയാലും ശരി, അതല്ല താൻ ജനിച്ച ഭൂമി അല്ലാഹുവിന്റെ അവിടെ ആ ഭൂമിയിൽ ഇരുന്നാലും ശരി. സാബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ഈ ജനങ്ങളെ ഈ വിവരം അറിയിക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിശ്ചയം സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സ്വർഗ്ഗത്തിന് 100 പദവികളുണ്ട്. അവയെല്ലാം അല്ലാഹു അവന്റെ മാർഗത്തിലുള്ള മുജാഹിദുകൾക്ക്, അതായത് ധർമ്മസമരം ചെയ്യുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാകുന്നു. ഓരോ ഈ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം, ഓരോ പദവിയാണ്. ആ ദറജകൾക്കിടയിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരമുണ്ടെന്നാണ് ഹദീസുകളിൽ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് തേടിയാൽ ഫിർദൗസ് തേടുക, കാരണം അത് സ്വർഗ്ഗത്തിന്റെ മധ്യവും സ്വർഗ്ഗത്തിന്റെ അത്യുന്നതവുമാകും. ആ ഫിർദൗസ് ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തേടുക. അല്ലാഹു നമുക്കെല്ലാവർക്കും അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു മുകളിലാകുന്നു കരുണാവാരിധിയായ അല്ലാഹുവിന്റെ മഹിത സിംഹാസനം, അതിൽ നിന്നാകുന്നു സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത് എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗ്ഗം എന്തുകൊണ്ടാണ് പടച്ചിട്ടുള്ളത്, അത് നിർമ്മിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർണ്ണത്താലുള്ള ഇഷ്ടികയും വെള്ളിയാലുള്ള ഇഷ്ടികയുമാണ്. അവക്കിടയിൽ വെക്കാനുള്ള പദാർത്ഥം സുഗന്ധമേറെ വമിക്കുന്ന കസ്തൂരിയാണ്. അതിലെ കല്ലുകൾ മുത്തും പവിഴങ്ങളുമാണ്. അതിലെ മണ്ണാകട്ടെ കുങ്കുമവും വർസും മഞ്ഞ വർണ്ണമുള്ള ഒരു സുഗന്ധവുമാണ്. അതിൽ പ്രവേശിക്കുന്നവൻ നിത്യവാസിയായിരിക്കും, മരണപ്പെടുന്ന പ്രശ്നമില്ല അവൻ.
അവൻ ആജീവനാന്തം അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അവൻ നിത്യസുഖത്തിലായിരിക്കും. ഒരിക്കലും ഒരു ദുരിതവും അവനെ വേട്ടയാടുന്ന പ്രശ്നമില്ല. അവരുടെ യൗവനം ഒരിക്കലും നശിക്കുകയില്ല. അവരുടെ വസ്ത്രം ഒരിക്കലും തുരുമ്പിക്കുകയുമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗ്ഗം നമ്മുടെ ലക്ഷ്യമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഖബറിന്റെ ആ ഒരു ഭീകരതയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും അവിടെ ശിക്ഷ ലഭിക്കാനുള്ള തിന്മകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്വർഗം നേടുക എന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായി. സ്വർഗം നേടാനുള്ള ഒന്നാമത്തെ വഴിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശ്വാസം സ്വീകരിക്കുക എന്നതാണ്. അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന സത്യവിശ്വാസിയായി ജീവിക്കുക എന്നതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബിൽ നിന്ന് നിവേദനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖത്താബിന്റെ മകൻ ഉമർ മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് താങ്കൾ ജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് ഉമർ ബിൻ ഖത്താബിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അറിയുക, മുഅ്മിനീങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇനിയോ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമില്ല. കേട്ടിട്ടില്ലേ ഹദീസ്? ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ മുഅ്മിനുകളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പ്രശ്നമില്ല, പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാകുന്ന പ്രശ്നമില്ല. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും അഫ്ശുസ് സലാമ ബൈനകും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ വിശ്വാസികളാകാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ. എന്നിട്ട് പറഞ്ഞു, വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾ മുഅ്മിനാകൂല കേട്ടോ, മുഅ്മിനീങ്ങളുടെ ഗണത്തിൽ നിങ്ങൾ വരില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതും. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാൻ ഞാനൊരു ഫോർമുല പറഞ്ഞു തരാം എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അഫ്ശുസ് സലാമ ബൈനകും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം അവർക്കിടയിൽ ഉണ്ടാകും. സ്നേഹം അവർക്കിടയിലുണ്ടെങ്കിൽ അവരിൽ ഈമാൻ വരും. അവരിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവർ അതുവഴി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ഒരു പാളിച്ചയും വരാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാന്റെ അടുക്കൽ അള്ളാഹുവിനെ പോലെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ, അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നത് പോലെ മറ്റൊരാളെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. മറ്റൊരാളുടെ തൃപ്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇബാദത്തും ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യമില്ല. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ അവന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ഏതൊരു ഇബാദത്തും നമ്മൾ നിർവഹിക്കേണ്ടത്. എങ്കിൽ നമുക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിക്കും അറിഞ്ഞ ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ആലോചിച്ച് സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ? കലർപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചെല്ലാൻ കഴിയും. അല്ലാത്തൊരു ആരാധ്യനുമില്ല എന്ന് പറയുന്നതോടൊപ്പം, എന്ന് പഠിച്ചതോടൊപ്പം, എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം പ്രാവർത്തികമായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഒരു മഖ്ലൂഖിനെയും ഞാൻ വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് പറയാൻ കഴിഞ്ഞാൽ ആയാൾക്ക് ഭൗതിക ജീവിതത്തിൽ സൽക്കർമ്മനിരതമായ ഒരു ജീവിതം അല്ലാഹു കൊടുക്കുക. അതോടുകൂടി അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നത് എളുപ്പമായിരിക്കും. അതോടുകൂടി അയാൾക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴിയായി അത് മാറും. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ലഭിക്കാൻ പറഞ്ഞ മറ്റൊന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ ഖാല മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിലെ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവർ ഒഴികെ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ആരാണ് അല്ലാഹുവിന്റെ റസൂലെ വിസമ്മതിച്ചവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ആർ എന്നെ അനുസരിച്ചുവോ
അവൻ അവന്റെ കാര്യങ്ങൾ അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെന്നോട് അനുസരണക്കേട് കാണിച്ചുവോ അവൻ എന്നെ വിസമ്മതിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു സംഗതി അനുസരിക്കാതെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിനെ വിസമ്മതിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു. നമ്മളെ സ്ഥിതി എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മ, നമ്മുടെ തഖ്വയുടെ കുറവ്. ചെയ്യുന്നില്ല എന്നത് തഖ്വ എന്താണ്? വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് ഫർള് ജമാഅത്ത് ഫർളായ കാര്യങ്ങൾക്ക് നല്ല സൂക്ഷ്മതയുണ്ടാകും, അവർ അതോടൊപ്പമുള്ള സുന്നത്തുകൾ നിർവഹിക്കും. ചില ആളുകൾ സുന്നത്തുകളിൽ നല്ല ആവേശമായിരിക്കും, അവർ ഫർളിന്റെ കാര്യത്തിൽ എന്തായിരിക്കും? പിറകോട്ടായിരിക്കും. ചില ആളുകൾ ഇത് രണ്ടും നേടുന്നവരായിരിക്കും, ചില ആളുകൾ ഇത് രണ്ടും നേടാത്തവരായിരിക്കും. ചില ആളുകൾ ഫർളായ അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കും, പക്ഷെ സുന്നത്തായ കാര്യങ്ങൾ അവരെ വല്ലാതെ ഇടങ്ങേറാക്കും. അത് ചെയ്താൽ മോശമാണ്, അതൊരു സുഖമില്ല, അത് അത്ര വേണ്ട, അതങ്ങനെയൊന്നും വേണ്ട, അത്ര നിർബന്ധമില്ല എന്ന് പറഞ്ഞ് സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കാതിരിക്കും. ചില ആളുകൾ ഇന്ന് സുന്നത്തായ കാര്യങ്ങൾ ചിലർ നിർവഹിക്കുന്നില്ല എന്നതുകൊണ്ട് അവരെ ആക്ഷേപിക്കുക എന്നതെന്തല്ല ഭൂഷണമല്ല, മറിച്ച് അയാൾ നാളെ അത് വരും. അയാൾ ഈമാൻ വർദ്ധിക്കുന്നതോടുകൂടി അയാളിലേക്ക് സുന്നത്തുകൾ കടന്നു വരുന്നു, സംശയമില്ല. അയാൾ ഒരുപാട് ദാനധർമ്മങ്ങളും ഒരുപാട് സദഖാത്തുകളും ഒരുപാട് സലാത്തുകൾ നിർവഹിക്കുന്നവരാണെങ്കിൽ അവൻ അവിടേക്ക് എത്തും, ആ സുന്നത്തുകൾ നിർവഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇനിയോ നമ്മുടെയൊക്കെ അടുക്കലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുന്നത്ത് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പരിഹസിക്കുക, അതെടുക്കുന്നവരെ കൊച്ചാക്കുക എന്നത് നമ്മളുടെ ആരുടെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. മറിച്ച് ആ സുന്നത്തായി എടുക്കുന്ന ആളുകൾ എന്നെക്കാളും ഒരൽപ്പം മുന്നിൽ ആണെന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാവട്ടെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ അവന് സ്വർഗം ലഭിക്കാൻ അത് കാരണമാണ്. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും അനുസരിച്ചുവോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ടാണ് അത് എണ്ണിയിട്ടുള്ളത്. ഇനിയോ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരവും നമസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധീകരണവും ആകുന്നു. അബൂബക്കർ ഇബ്നു മൂസ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ബർദയിൽ നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി പോയാൽ അല്ലാഹുവിന് വേണ്ടി സ്വർഗത്തിൽ വിരുന്ന് തയ്യാറാക്കുന്നതാണ്, അവന് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ വിരുന്ന് തയ്യാറാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം എന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം അത് നിർവഹിക്കുന്നവന് സ്വർഗം ലഭിക്കാനുള്ള ചാൻസ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗം ലഭിക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് നമസ്കാരം യാതൊരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അലസമായിട്ട് കാണരുത്. അത് മതിയാകും നമുക്ക് സ്വർഗം തരാൻ, അത് മതിയാകും നമുക്ക് സ്വർഗം തരാൻ. ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലെ കല്യാണങ്ങൾ മാത്രമല്ല നോർമലായിട്ട് നിസ്കരിക്കാത്ത ആളുകളുണ്ട്. ഒരുപാട് കാലം നമസ്കരിച്ച ആളുകൾ അത് നിർത്തിയോരുണ്ട്. എന്താ നിർത്താൻ കാരണം? ഓന്റെ നാട്ടിലെ പള്ളിയിലെ പ്രശ്നം, അല്ലെങ്കിൽ ഓനിക്ക് എന്തെങ്കിലും 3-4 പരീക്ഷണങ്ങൾ ഒന്നിച്ചു വന്നതോ, അല്ലെങ്കിലോ അവന് നാട് വിട്ടു പോയതോ മറ്റൊരു നാട്ടിൽ ജീവിച്ചതോ കൂട്ടുകെട്ടുകൾ മാറിയതോ കാരണത്താൽ നമസ്കാരം തീരെ ഇല്ലാതായി ജീവിക്കുന്ന ആളുകൾ ഓരോ നാട്ടുകാർ കൊണ്ടുവന്നത് നമുക്ക് പറയിലേക്ക്. അതാണ് ഏറ്റവും രസം. നമസ്കരിക്കാതെ ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും കുടുംബക്കാരോടും പ്രിയപ്പെട്ട ആത്മാർത്ഥ സുഹൃത്തുക്കളോടും നമ്മളെ ഏറ്റവും വലിയ സ്വകാര്യങ്ങൾ വരെ പങ്കുവെക്കാറുണ്ട്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനോട് അവനോട് നമുക്ക് സ്നേഹമുള്ളത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അവനെയും നമുക്ക് സ്വർഗത്തിലേക്ക് കിട്ടേണ്ടതുണ്ട്. അവനോട് പറയേണ്ടത്, സഹോദരാ നമസ്കാരം അതൊരിക്കലും നീ വിട്ടു. മറ്റൊരു ഖുതുബയിൽ നമുക്ക് അതിന്റെ പ്രാധാന്യം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമസ്കരിച്ചാൽ അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാണ്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വുളൂഇന് ശേഷമുള്ള ദുആ ചൊല്ലിയാൽ. സുബ്ഹാനല്ലാഹ്, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുഹ്സിനുൽ വുളൂഅ ثم يقول حين يفرغ من وضوئه أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله എന്നിട്ട് إلا فتحت له أبواب الجنة 8 لا يدخل منها أيها الشاء.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ വുദൂ ചെയ്തു, വുദൂ ചെയ്യുകയും വുദൂ നന്നാക്കുകയും ചെയ്യുന്നു. വുദൂഇൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിലുള്ള 8 കവാടങ്ങളും തുറന്നു കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിരവധി ഹദീസുകൾ പ്രിയപ്പെട്ടവരെ ഈ വുദൂ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനകളിലുണ്ട് സഹിഹായി വന്നത്. അങ്ങനെ വുദൂ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവന് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമതായി സ്വർഗ്ഗം ലഭിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹോദരനെ സന്ദർശിച്ചാൽ. സുബ്ഹാനല്ലാഹ്. അവർക്ക് സ്വർഗ്ഗത്തിൽ വിശാലവും ഉള്ളുപൊള്ളയുമായ ഒരു മുത്തിനാലുള്ള വീടുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുക. അതിൽ യാതൊരു ശബ്ദമോ കോലാഹലങ്ങളോ ഉണ്ടാകുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമതായി ഏതൊരാൾ പള്ളി നിർമ്മിച്ചാൽ, അല്ലാഹുവിന്റെ ഭവനം നിർമ്മിച്ചവന് മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഹ്ഫളി ഖതാഇൻ ഔ അസ്വാർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയും. അവർ സ്വർഗ്ഗത്തിലെത്തുമെന്നർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നമസ്കരിക്കുന്ന പള്ളികൾ പോലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നിർമ്മിച്ചതാണ്. കുറച്ചാളുകൾ അല്ലാഹു അവർക്ക് സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പള്ളി നിർമ്മാണങ്ങൾക്ക് വേണ്ടി ഉദാരമായ സംഭാവനകൾ നൽകുന്നവരുണ്ട്, സ്ഥലം നൽകുന്നവരുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പണം സെന്റുകൾക്ക് വിലമതിക്കുമ്പോൾ ഒരുപാട് വലിയ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല മാർക്കറ്റ് വാല്യൂ നിൽക്കുമ്പോൾ അത് പള്ളികൾക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർ അല്ലാഹുവേ അവർക്ക് ഉന്നതമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും അതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനാവണം. ആ പള്ളിയിൽ നമസ്കരിക്കുന്നവന് നമസ്കരിക്കാനുള്ള വുദൂ ചെയ്യാനുള്ള വെള്ളമോ അല്ലെങ്കിൽ നമസ്കരിക്കാനുള്ള ഒരു മാറ്റോ അതുപോലെയുള്ള ഏതൊരു സംവിധാനത്തിലേക്കും നമ്മളുടെ വിഹിതം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാഹുവിന്റെ പള്ളി നിർമ്മിച്ചാൽ അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എട്ടാമതായി സ്വർഗ്ഗം ലഭിക്കാനുള്ള മറ്റൊന്നാണ് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുന്നവന്. നമസ്കാരങ്ങൾക്ക് മുമ്പും ഫർള് ജമാഅത്തുകൾക്ക് മുമ്പും ശേഷവുമായി പഠിപ്പിക്കപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കുന്ന ആൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒമ്പതാമത്തേത് തർക്കം ഉപേക്ഷിക്കുന്നവന്. സുബ്ഹാനല്ലാഹ്. അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹഖൻ. തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗ്ഗത്തിന് ചുറ്റിലായി ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് താൻ വാദിക്കുന്നത് സത്യമാണെങ്കിലും ശരി, തർക്കം നടക്കുകയാണ്, നമ്മളുടെ അടുത്ത് സത്യമുണ്ട്, നമുക്കത് സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ വലിയ ഒച്ചപ്പാടുകൾ ആവശ്യമുണ്ട്. ആ ഒച്ചപ്പാടുകൾ വേണ്ടെന്ന് വിചാരിച്ച് തന്റെ കയ്യിലുള്ള സത്യം, ആ സത്യം അവൾ അവതരിപ്പിക്കാൻ അവസരങ്ങളുണ്ട്. എന്നിട്ട് പോലും പാപ്പനോടാണ്, ജ്യേഷ്ഠനോടാണ്, അമ്മായിയോടാണ്, പെങ്ങളോടാണ്, ഉമ്മനോടാണ്, അനുജനോടാണ്. പക്ഷെ എന്റെ കയ്യിൽ ന്യായമുണ്ട് എന്ന് വിചാരിച്ച് തർക്കിക്കുന്ന ഒരു മനുഷ്യൻ, എതിരിൽ നിൽക്കുന്നവൻ എന്റെ ഒരു സഹോദരനാണ്, ഒരു മുസ്ലിമാണ് എന്ന പരിഗണനയിൽ, ഒരു മനുഷ്യനാണ് എന്ന പരിഗണനയിൽ ആ തർക്കത്തിൽ നിന്ന് മൗനിയായി മാറി നിൽക്കുന്നവന് സ്വർഗ്ഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തിന് ചുറ്റിലായി അവനൊരു വീടിന് ജാമ്യം നിൽക്കുമെന്ന്. ഇനിയോ കളവ് ഉപേക്ഷിക്കുന്നവന് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന് സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, സ്വർഗ്ഗത്തിന്റെ നടുവിൽ അവനൊരു വീട് ലഭിക്കും. കളവ് പറയാൻ ഒരുപാട് അവസരം കിട്ടുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. കളവ് പറഞ്ഞാൽ ഒരുപാട് ഗുണം ലഭിക്കുന്നവരുമാണ് നമ്മൾ, ലഭിച്ചവരുമാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കളവ് പറയരുത് എന്ന അചഞ്ചലമായ തീരുമാനത്തിന്റെ ഫലമായി നമ്മളൊരൽപ്പം മോശമായി പോയാലും ശരി, കളവ് ഒരിക്കലും നമുക്ക് നഷ്ടമായാലും ശരി, കളവന്റെ വായിൽ നിന്ന് വരില്ല എന്ന് തീരുമാനിച്ചാൽ ആദ്യം അവന് സ്വർഗ്ഗം ലഭിക്കാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സൂക്ഷിക്കേണ്ട ഭാഗങ്ങളിൽ സൂക്ഷിച്ച് നല്ല മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം എല്ലാ മേഖലയിലൂടെയും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. ഏത് തിരക്കിൽപ്പെട്ടാലും ശരി, അല്ലാഹുവിനോട് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ അത് ഒരൊറ്റൊന്നും മുറിക്കാതെ നിർവഹിച്ചുകൊണ്ട് മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുഹറം മാസത്തിലാണ്, മുഹറം 9-10 ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ്
നിയമമാക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. മുഹറം 10 നോമ്പ് ആശൂറ എന്നും മുഹറം 9 പേര് താസുവ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ നോമ്പ് മുഹറം 10 നോമ്പ് നോറ്റ പ്രവാചകൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ ഞാൻ 9 നോക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ട റസൂല് അതിന്റെ മുമ്പേ തന്നെ നമ്മളിൽ നിന്ന് വിരമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്ന ആ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിർവഹിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ധാരാളം ശ്രേഷ്ഠതകൾ ഉള്ളതായ ഓരോരോ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വർഷത്തിന്റെ തുടക്കത്തിലും വർഷത്തിന്റെ ഒടുക്കത്തിലും ഏറ്റവും മനോഹരമായ, സുപ്രധാനമായ, ഫലപ്രദമായ മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുഹറവും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട മാസങ്ങളിൽ അല്ലാഹു എണ്ണിയിട്ടുള്ള മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ വരെ അതിനെപ്പറ്റി പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ പവിത്രത മനസ്സിലാക്കാനും കാത്തു സൂക്ഷിക്കാനും കഴിയുന്ന ആളുകളാകണം നമ്മളെല്ലാവരും. കാരണം പ്രത്യേകിച്ച് ഈ പവിത്രമായ ചില മാസങ്ങളെ, ചില ദിവസങ്ങളെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ പറയല്ല, കലണ്ടറിൽ അവർ അടയാളപ്പെടുത്തുക. എന്തിന്റെ പേരിൽ? മറ്റു മതങ്ങളിൽ നിന്ന് കിട്ടിയ അത് കോപ്പിയടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മാസത്തിലും അല്ലാത്തതിലും നെഹ്സ് എന്ന രീതി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ശിയാക്കളാണ്. അവരെ പലതിലും അവലംബിക്കുന്ന ആളുകൾക്കാണ് ഇത് അവലംബിക്കേണ്ടി വരാറുള്ളത്. അവരുടെ ഖബറാരാധന, അവരുടെ നേർച്ച പൂജാതി കാര്യങ്ങൾ, അവരുടെ ഈ പറഞ്ഞതുപോലുള്ള ഒരുപാട് ഇസ്ലാമിനെ ഒരിക്കലും പരിചയമില്ലാത്ത കാര്യങ്ങൾ അതുപോലെ കോപ്പിയടിച്ചു കൊണ്ടുവരുന്ന സമുദായത്തിന് ഒരുപക്ഷെ അവർ വിശ്വസിക്കുന്നത് പോലെ നടപ്പിൽ വരുത്തിയതുപോലെ ചില ദിവസങ്ങൾ മോശമാക്കാൻ അവർ ചെയ്യേണ്ടി വരും. മഹാനായ മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ദിവസമായതിനാൽ ഷിയാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ദിവസം ഒന്നും ഒരു നല്ല പരിപാടി വെക്കുക, ഒരു ചീത്ത ദിവസമായിട്ട് അവർ കൊണ്ടാടുക. കേരളത്തിലും നമ്മുടെ വിശിഷ്യ മലയാളക്കരയിൽ പ്രിന്റ് ചെയ്യപ്പെട്ട കലണ്ടറുകളിലും ഈ മുഹറം 10 നെഹ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നല്ലൊരു ദിവസം, ഏത് ദിവസം അതിൽ കയറി വന്നാലും, വെള്ളിയാഴ്ച ആവട്ടെ, ഏത് ദിവസമാവട്ടെ, ആ ദിവസം അല്ലാഹുവിന്റെ റസൂൽ പവിത്രത പറഞ്ഞ പ്രവാചകൻ നോമ്പ് നോറ്റിരുന്ന ദിവസം നെഹ്സാക്കിയിട്ട് ആളുകൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു പവിത്രമാക്കിയ ദിവസത്തിനും മാസത്തിനും ദുശ്ശകനം കൽപ്പിക്കാൻ മനുഷ്യർക്ക് പ്രിയപ്പെട്ടവരെ അവകാശമില്ല. ഒരു തരത്തിലുള്ള ദുശ്ശകനം നോക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില ആളുകൾ കറുത്ത പൂച്ചൊന്നും മുന്നിലൂടെ ഓടിയാൽ ശുഭലക്ഷണമല്ല, തിരിച്ചു പോവുക. ചില ആളുകൾ യാത്ര പുറപ്പെട്ടാൽ തിരിച്ചു വീട്ടിൽ വരണ്ട, ഇങ്ങോട്ട് വരണ്ട, അവിടെ നമ്മൾ ഓടി. കാരണം തിരിച്ചു പോയാൽ ചിലപ്പോ സ്വന്തം ഉമ്മനോട് സലാം ചെല്ലാൻ പറഞ്ഞിട്ടേക്ക് പോകുന്നു. അതുപോലും പോവരുതെന്ന് പറയുന്നത്. യാത്ര പുറപ്പെട്ടോ റിവേഴ്സ് ഗിയറിൽ ഇടരുത്, പോയിക്കോളുക. എന്തെടുക്കാൻ മറന്നുപോയാലും ശരി, തിരിച്ചു പോകരുത്. അതൊരു പ്രയാസമായിട്ട് കാണുക. ഇനിയോ ആരെങ്കിലും എന്നാലും അതിലേക്ക് കവിച്ചു വെട്ടിയിട്ട് തിരിച്ചു പോയി എന്നിട്ട് വീണ്ടും യാത്ര തുടർന്നിട്ട് ടയറൊന്ന് പഞ്ചറായാലോ ഈ ഒരൊറ്റ കാരണം ഉണ്ടാവും. അതിന്റെ മുമ്പൊക്കെ ടയർ പഞ്ചറായിട്ടുണ്ടാവും. പക്ഷേ അന്നത്തെ പഞ്ചറായത് തിരിച്ചു പോയിട്ടായിരിക്കും. അന്നത്തെ ഫ്ലൈറ്റ് ഡിലേ ആയത് തിരിച്ചു പോയിട്ടായിരിക്കും. അന്ന് പോയിട്ട് ജോലി കിട്ടാതെ വന്നത് തിരിച്ചു പോയിട്ടായിരിക്കും. ആളുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രഭാതത്തിൽ കാലിക്കൊട്ടയോ കാലിച്ചാക്കോ കാണുന്നത് പോലും ഭയപ്പെടുന്ന ഒരു സമുദായമുണ്ട് നമ്മുടെ കൂടെ ജീവിക്കാൻ. രാവിലെ തന്നെ എണീറ്റ് ഡോറ് തുറന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ കാലിക്കൊട്ട കണ്ടാൽ നല്ല കാര്യം കാലിയാണ്. അത് കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ ചീവീട് കരഞ്ഞത് കേട്ട ചീവീട് അള്ളാന്റെ ഒരു പടപ്പാണ്. ചീവീട് അള്ളാഹ് പറഞ്ഞ ഓർഡറിൽ എന്താ പറയാ, അറബിയിൽ പറയുകയാണെങ്കിൽ മുസ്ലിമാണ്. അള്ളാഹനെ അനുസരിച്ച് അള്ളാഹ്ക്കെല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന ജീവികളല്ല അല്ലേ? ആ ചീവീട് അതിൻ്റെതായ ഡ്യൂട്ടി നിർവഹിക്കുക. ചീവീട് കരഞ്ഞാൽ ഞമ്മക്ക് പ്രശ്നം. ചീവീടിന്റെ കരച്ചിൽ കേട്ടാൽ അന്ന് വിളിക്കും പോകാത്ത ആളുകൾ. അതേപോലെ തന്നെ കൈനീട്ടം അല്ലേ, കൈനീട്ടം വിൽക്കല് ചില ആളുകൾ ബഹുമാനിച്ചത് കൊണ്ടിട്ടുണ്ട്. ക്യാഷിലേക്ക് എന്താ, ചില ആളുകൾ കൈനീട്ടം വിറ്റിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ആ കടയെന്ന് എടുത്ത് തിന്നൂല. ആർക്കെങ്കിലും അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ, ആളുകൾ മോഷ്ടിക്കുന്നതിൽ നിന്നും പിടിച്ചു പറിക്കുന്നതിൽ നിന്നും പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അള്ളാന്റെ റസൂൽ കടം കൊടുക്കാൻ പറഞ്ഞു അല്ലേ? ആ ആരെങ്കിലും 10 റുപ്യ വസിന് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞാൽ കൈനീട്ടം വിറ്റിട്ടില്ല. ഒരു നല്ല സൽക്കർമ്മം ചെയ്ത് തുടങ്ങുന്നത് പറ്റൂല. ആളെ പറ്റിച്ചിട്ട് തന്നെ തുടങ്ങണം അല്ലേ? ആളുകൾ അതിൽ വിശ്വസിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ എന്താ, അതൊരു അശുഭലക്ഷണമായിട്ടാണ്. വെറുതെ അതിന് വെക്കണ്ട. കച്ചവടത്തിന്റെ മുമ്പ് അല്ലേ? ചില ആളുകൾ അതേപോലെ തന്നെ ചില ആളുകൾ കൈനീട്ടം തന്നാൽ ആദ്യത്തെ കച്ചവടക്കാരൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരാളാണ്. മാഷാ അല്ലാഹ് ഇന്ന് നല്ലൊരു കൈനീട്ടം. ആരാ പറഞ്ഞു?
ആരാ പറഞ്ഞത്? ഓന്റെ അമൽ അള്ളാന്റെ അടുത്താണ്, ഓന്റെ മീസാൻ അവിടെയാ പോവുക. നിങ്ങൾ കാണുന്ന മനുഷ്യനല്ല അവൻ, അള്ളാന്റെ അടുക്കൽ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്കറിയൂ. നമ്മുടെ മതത്തിലല്ല, ചില രാജ്യങ്ങളിൽ വരെ ചില കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരിങ്ങനെ ഇരിക്കും. അവർക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താണോ കിട്ടുക അതാണ് അവർക്ക് ദൈവം നിശ്ചയിച്ചത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ, നമ്മുടെ ആളുകൾക്ക് പ്രശ്നം. നമ്മുടെ ആളുകൾ ദിക്റും ചൊല്ലി ഇങ്ങനെ ഇരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇലാഹ അല്ലാത്ത ഒരാളും അല്ലാന്ന് 10,000 തവണ ആ കടയിൽ നിന്നിട്ട് പറഞ്ഞ മനുഷ്യന് ഈ പറഞ്ഞ സംഗതികളൊക്കെ പിടികൂടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടേക്കൊന്നും നമ്മൾ പോവരുത്. രാവിലെ കടയിൽ വന്ന് ആരെങ്കിലും കടം വാങ്ങിയാൽ, അതേപോലെ തന്നെ ഒരു യാത്രക്ക് പിന്നെ ഒരുങ്ങുമ്പോൾ വഴിയിൽ വെച്ച് ആരെങ്കിലും തടഞ്ഞാൽ, യാത്ര പോകുന്നവനോട് കൈകാട്ടിയിട്ട് പോവുകയാണ്, ഞാൻ നേരെ പോയി ഒരു അസ്സലാമു അലൈക്കും കൊടുക്കാൻ കൈകാട്ടിയാൽ കാറിനൊരു ബാപ്പയും പറയും നിർത്തരുത്, പോയിക്കോളി അല്ലേ. മയ്യത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മയ്യത്ത് ഒരു സ്ഥലത്ത് എഴുന്നേറ്റാൽ നേരെ മഖ്ബറയിലേക്കാവും. നമസ്കാരത്തിന് വെളിയിൽ വെക്കാം, അല്ലാത്ത വഴിയിൽ വെക്കും. നമ്മളോ അത് എല്ലായിടത്തും വെച്ച് കാണിക്കാനൊക്കെ നമ്മൾ റെഡിയാണ്. എന്നാലോ നല്ലൊരു സലാം, സഹോദരാ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു മനുഷ്യൻ പറയാൻ വേണ്ടിയിട്ട് കൈകാട്ടിയാൽ കാറിലുള്ള ബാക്കിയുള്ളവർ പറയും, മോനെ നല്ലൊരു യാത്ര നിർത്തണ്ട, ലക്ഷണക്കേട് അല്ലേ? ആലോചിച്ച് നോക്ക്. അതേപോലെ വീടുകളിൽ ചില ജീവികൾ കയറിയാൽ ചിലർ നല്ലത് പറയും, ചേര കയറിയാൽ നല്ലത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചിലത് കയറിയാൽ മോശം എന്ന് പറയുന്ന. ആരാ പ്രിയപ്പെട്ടവരെ തീരുമാനിച്ചത്? ഇങ്ങനെ മനുഷ്യന്റെ വിശ്വാസത്തെ പിടിച്ചു കെട്ടിയിട്ട് മനുഷ്യനല്ലാതാക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ നമ്മുടെ സമുദായത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീടകങ്ങളിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ആ വിവേചന ശക്തിയോടുകൂടി ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. ഇനിയോ ഇടയ്ക്ക് വെച്ച് വാഹനങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിയാൽ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അമ്പരന്ന് പോയി. ചിലതൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു. വാഹനങ്ങളിൽ നിന്ന് ഒരാൾ ഇറങ്ങിയാൽ, ഇന്നത്തെ അയാൾ ആ വൈമിൽ ഇറങ്ങിയില്ല, അതോടെ പോയി അല്ലേ സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള ദുശകനം ഏർപ്പാടാക്കുന്ന കാര്യങ്ങൾ, അതിന് ഡേറ്റ് വെക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ദഹർ ഫഇന്നല്ലാഹ ഹുവ ദഹർ. നിങ്ങൾ കാലത്തെ പഴിക്കരുത്, കാരണം അള്ളാഹു ആകുന്ന കാലം. ഇതെല്ലാം നിശ്ചയിച്ചത് പടച്ചോനാണ്. എല്ലാം ആകാശഭൂമികൾ പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് കറുത്ത പൂച്ചോളന്റെ ഡേറ്റ് അന്ന് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ഗൾഫിൽ പോകുന്ന ദിവസവും കറുത്ത പൂച്ചോളന്റെ ദിവസവും സെയിം ആയാൽ എന്താ ഒന്നുമില്ല. ഇനിയോ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് പോയോ, അല്ലെങ്കിൽ എന്താക്കണം, ഇവിടുത്തെ രാജാക്കന്മാരായി മാറണോ? അതുണ്ടായിട്ടില്ല. ഓരൊക്കെ ഇന്നും ഇതിങ്ങനെ പഠിപ്പിച്ച് ഏതെങ്കിലും മദ്രസയിലും പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്നു അല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ പോലുള്ള മാലകളും ഈ പറഞ്ഞ പോലുള്ള നൂലുകളൊക്കെ കെട്ടുന്ന ആളുകൾ അവരുടെ മക്കൾക്കോ അവരുടെ കൈകളിലോ കെട്ടുന്നില്ല എന്നതായ യാഥാർത്ഥ്യം. ആലോചിച്ച് ഒരു നേരെ പോകും എവിടേക്ക്? നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക്. ഒരു പോകും നേരെ എവിടേക്ക്? നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക്. നമ്മളോട് 3000 പ്രാവശ്യം ഓതിക്കോളി. എന്നിട്ട് ഖുർആൻ അറിയാത്ത ആള് 3000 പ്രാവശ്യം ഇരുന്ന് ഓതുകയാണ്. ആലോചിച്ച് മനുഷ്യന്റെ വിശ്വാസ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെ പറ്റിക്കുന്നത്. ആലോചിച്ച് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്താ? വിശ്വാസം തകർക്കുന്ന കാര്യമാണ്. വിശ്വാസം തകർന്നാൽ സ്വർഗം ലഭിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കാര്യം, വിശ്വാസം തകർന്നാൽ അയാൾക്ക് സ്വർഗമില്ല. അതുകൊണ്ട് അന്ധവിശ്വാസ അനാചാരങ്ങൾ ഇന്നും നമ്മളുടെ കയ്യിൽ, നമ്മുടെ കൂടെ ഇങ്ങനെ ജീവിക്കുകയാണ് അല്ലേ. കഞ്ഞിമൂലയിൽ കിണർ കുഴിച്ചാൽ, ടാങ്ക് കുഴിച്ചാൽ അല്ലേ, ആളുകൾ പറയും അവിടുത്തെ പ്രധാനികൾ മരിച്ചു എന്ന. ചില ആളുകൾ എന്താ അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്കില്ല. അപ്പൊ പണിക്കാർ ചോദിക്കും, കഞ്ഞിമൂലയിൽ കുഴിക്കട്ടെ? വേണ്ട, നിങ്ങൾ ഇപ്പുറത്ത് കുഴിച്ചോളി എന്ന് പറയും. കാരണം എന്താ? ഉള്ളിന്റെ ഉള്ളിൽ ബേജാറ്, ഈ കഞ്ഞിമൂലയിൽ കുഴിച്ചിട്ട് ഞാൻ അങ്ങനെ പൊരേ കൊള്ളുന്ന തലേന്ന് മരിച്ചാലോ എന്നല്ലോ പേടിയാണ് ഈ മനുഷ്യന്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇത് ശ്രദ്ധിച്ചവനും ശ്രദ്ധിക്കാത്തവനും എല്ലാ മാതാപിതാക്കളും മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ പോലും അത്ര മിനിമം ബുദ്ധി പോലും അവർക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഞ്ഞിമൂലയിൽ കുഴിച്ചാലും ഉപ്പ മരിക്കും, അല്ലെ കുഴിക്കാത്തോന്റെ ഉപ്പ 200 കൊല്ലമൊക്കെ ജീവിച്ചിട്ട് നമ്മളെ നാട്ടിലുണ്ടാവണം അല്ലേ? ആരുമില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് അള്ളാഹുവിന്റെ റസൂൽ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ച്, അള്ളാഹുവിന്റെ റസൂൽ നിയമം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിയമങ്ങൾ പ്രാവർത്തികമാക്കി അവന്റെ അള്ളാഹുവിന്റെ റസൂലിനെ അദ്ദേഹം പഠിപ്പിച്ച സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുക. ബാക്കിയെല്ലാം തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാനെ അള്ളാഹു
ഉദ്ദേശിച്ചിരിക്കുന്ന, ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രവിശാലമായ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം കയറിക്കൊള്ളാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സൂക്ഷിക്കുക. എല്ലാവരും ഭൗതിക ജീവിതത്തിലും കച്ചവടത്തിലും വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിലും ദൈനംദിന ചെലവിനുള്ള പണം സമ്പാദിക്കുന്നതിലുമായ ഓട്ടത്തിലാണ്. അതിനിടയിൽ നമ്മുടെ റബ്ബിനെ മറന്നു പോകരുത്. കുടുംബങ്ങളിൽ, തീന്മേശകളിൽ, യാത്രകളിൽ, വാഹനങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ റബ്ബിനെ കുറിച്ച് പറയുന്നവരാകുന്ന നല്ലൊരു ഉമ്മത്തായി നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ പൊന്നോമന മക്കൾ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒന്നിച്ചു പോയിട്ട് ടൂറ് പോയിട്ട് ഒരു മലവെള്ളപ്പാച്ചിൽ ഒരു കുടുംബം മരിച്ചുപോയത്, ഉറങ്ങിയിട്ടില്ല ശരിക്കും. അന്നത്തെ ദിവസം പേടിയാവുക. എന്താ, നിസ്സഹരായി നിൽക്കുന്ന ഒരവസ്ഥ അല്ലേ? മരണമാണ് 1, 2, 3, 4, 5 അടുത്ത സെക്കൻഡുകളിൽ ഓരോരുത്തരും മരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. നിങ്ങൾ ആലോചിച്ചു, എന്തൊരു മരണമാണ്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ, മരണങ്ങൾ, താങ്ങാനാവാത്ത ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, സ്ത്രീകളുടെ സ്വകാര്യ രോഗങ്ങൾ, പുരുഷന്മാരുടെ ആന്തരിക രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നങ്കൂരമിട്ട് എല്ലാം നമ്മുടെ വീടകങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബങ്ങളിൽ മാരക രോഗങ്ങൾ പറയാനുണ്ട് നമുക്ക്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വർഗം നൽകണമേ. അല്ലാഹുവേ, നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഏറ്റവും നല്ലത് നീ പകരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർ, കടമുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, അല്ലാഹുവേ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ നസ്അലുകൽ ജന്ന വനഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബിൽ ഖബ്ർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين.